അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം 17, വിഷയം സ്നേഹം വളർത്തുന്നതും തളർത്തുന്നതും, ഭാഗം 1. 17-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഭാഗമാണ് നാം പറയുന്നത്. പഠന ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് നാം ചെയ്യേണ്ടത്. സ്നേഹം, അതിനെപ്പറ്റി നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. എന്നാൽ ആ സ്നേഹം വളർത്തുന്നതുമുണ്ട്, തളർത്തുന്നതുമുണ്ട്. സ്നേഹം കാരണമായി ബന്ധങ്ങൾ വളരുകയും സ്നേഹം കാരണമായി ബന്ധങ്ങൾ ഇല്ലാതെയാവുകയും ചെയ്യും. ഈ 2 കാരണങ്ങളാണ് 17-ാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള സന്ദേശം. മക്കളോട്, കുട്ടികളോട് നമുക്ക് വലിയ ഇഷ്ടമാണ്, നമുക്ക് വലിയ സ്നേഹമാണ്. കുട്ടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവുകയില്ല. മനുഷ്യരാവട്ടെ, മൃഗങ്ങളാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ജീവനുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ മക്കളോട് ഇഷ്ടമുണ്ടാകും. എന്നാൽ ആ ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് നാം കുട്ടികളെ തലോടുന്നത്, നാം കുട്ടികളെ താലോലിക്കുന്നത്. ചെറുപ്പകാലത്തിലൊക്കെ കുട്ടികളോട് സ്നേഹം കാണിക്കുന്നതും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നതും അതേപോലെ തന്നെ അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നതും ചെറുപ്പകാലത്തിൽ അവർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നതും വിനോദം ചെയ്തു കൊടുക്കുന്നതും എല്ലാം എന്താ കാരണം? കുട്ടികളോട്, മക്കളോട് ഇഷ്ടമുണ്ട്, സ്നേഹമാണ്. അതാണ് കാരണം. ഇനി സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ മക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ. അവർ മഴ കൊള്ളരുത്, അല്ലേ? മഴ കൊള്ളരുത്, അവർ വെയിൽ കൊണ്ട് നടക്കരുത്. ഇതെല്ലാം മക്കളോട് നമുക്ക് ഉണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടുപോകരുത്. അതേപോലെ ലഹരി ഉൽപ്പന്നം ഉപയോഗിക്കരുത്. നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടുക. ഇതെല്ലാം നാം പറഞ്ഞതുപോലെ കുട്ടികളോട്, മക്കളോട് നമുക്ക് സ്നേഹം ഉള്ളതിൻ്റെ അടയാളത്തിൽപ്പെട്ടതാകുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ മക്കളോട് ചെറുപ്പകാലം മുതലേ നല്ല സ്നേഹമാണ്, നല്ല മഹബത്താണ്, ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നാം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, കളിപ്പാട്ടം കൊടുക്കുന്നു. മഴ കൊള്ളണ്ട എന്ന് പറയുന്നു, വെയിൽ കൊള്ളണ്ട എന്ന് പറയുന്നു, പനി പിടിക്കുമെന്ന് പറയുന്നു. എന്നാൽ നാം അവർക്ക് കൊടുക്കേണ്ടുന്ന നല്ല ഒരു മെസ്സേജ് എന്താ? കൊടുക്കേണ്ടുന്ന പ്രായത്തിൽ 1-ാമത്തെ സ്റ്റേജ് 7 വയസ്സ് വരെ നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കേണ്ടുന്ന 1-ാമത്തെ സന്ദേശം എന്താണ്? അവരെ ലാളിക്കുക, അവർ കളിപ്പിക്കുക. 1-ാമത്തെ സ്റ്റേജാണ്. എന്നാൽ ഓരോ കളികളും ഓരോ ലാളനയും അവർക്ക് നല്ല സന്ദേശം കിട്ടുന്ന രൂപത്തിലൂടെ ഉള്ളതാണെങ്കിൽ
കാര്യങ്ങൾ വളരെ ഭംഗിയാകും. നേരെ മറിച്ച് അവർ കളിക്കുന്നു, കളി മാത്രം, അതിൽ കാര്യമില്ല. ലാളിക്കുന്നു, അതിൽ ലാളന മാത്രം, അതിൽ വേറെ കാര്യങ്ങളില്ല. ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഫലം ഉണ്ടാവുന്നില്ല. ആ സമയത്ത് ആ കുട്ടികളുടെ മനസ്സിന് ഒരു സുഖം കിട്ടുമെന്നല്ലാതെ അതുകൊണ്ട് വേറെ ഒരു നേട്ടങ്ങളും ഇല്ല. നമുക്ക് വേണ്ടത് കുട്ടികൾക്കുള്ള മനസ്സിൽ സുഖം മാത്രമല്ല, നേരെ മറിച്ച് ആ കുട്ടികൾ സമൂഹത്തിന് ഉപകാരം കിട്ടുന്ന നല്ല യോദ്ധാക്കളായി വളർന്നു വരലാണ് നമ്മുടെ ഉദ്ദേശം. നേരെ മറിച്ച് തൽക്കാലം അവരുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള കളി മാത്രമല്ല ലക്ഷ്യം വെക്കേണ്ടത്. കുട്ടിപ്രായത്തിൽ അവർക്കത് അറിയില്ല. അതുകൊണ്ട് അവരുടെ ഓരോ കളി വിനോദമാശകളും കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ളതായിട്ട് മാറണമെന്നതാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ കളവ് പറയരുത്. അപ്പോൾ കളവ് പറയിപ്പിക്കാത്ത രൂപത്തിലുള്ള, അതേപോലെ കുട്ടികൾക്ക് കള്ളം അറിയാത്ത രൂപത്തിലുള്ള, കള്ളം പറയരുത് എന്നുള്ള രൂപത്തിലുള്ള, സത്യമേ പറയാവൂ എന്നുള്ള രൂപത്തിലുള്ള കളികൾ രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കണം. ഒരു കുടുംബത്തിലെ മുതിർന്നവർ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കുട്ടിക്ക് ആ കളിയിലൂടെ കാര്യം മനസ്സിലാകും. 5 വയസ്സിന് മേൽപോട്ടുള്ള ആ പ്രായത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലാകാനുള്ള പ്രായം 5 വയസ്സിൽ മനസ്സിലാവാനുള്ള പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് കളി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് കുട്ടികളുടെ മനസ്സ് അറിയുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കുട്ടികളുടെ മനസ്സ് അറിയുക. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കൊടുക്കുന്നു, അവിടെ നിൽക്കട്ടെ, കൊടുക്കണം. കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു, അതും അവിടെ നിൽക്കട്ടെ, കൊടുക്കണം. എന്നാൽ അതിൽ ഉപരിയായിക്കൊണ്ട് ആ കളിപ്പാട്ടത്തിൽ അവർ കളിക്കുന്നതിൽ ഒരു കാര്യവും കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ പ്രായം കൂടുന്തോറും അവർക്ക് കൊടുക്കാനുള്ള സന്ദേശത്തിൽ ഈ കളിയുടെ കൂടെ കാര്യവും കൂട്ടി കലർത്തുമ്പോൾ അത് അവർക്ക് അത്യാവശ്യം പ്രായം കൂടി വരുമ്പോൾ ഈ കളികൾ എന്തായി മാറും? കാര്യമായിട്ട് മാറും. അങ്ങനെ വേണ്ടത്. അപ്പോൾ കളി കാര്യമായിട്ട് മാറണം. ഇല്ലെങ്കിലോ അവർ പ്രായം കൂടുമ്പോൾ കളി മാത്രമാകും, കാര്യം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് എന്താണ്? കാര്യമാണ്. ആ കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗമാണ് കുട്ടികൾക്ക് കളി. അങ്ങനെ ആവണം നമ്മുടെ കാര്യം. സാധാരണ ഉമ്മമാരൊക്കെ പറയാറുണ്ടെന്ത്, ഉച്ച സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണ്ടേ, എല്ലാവരും ചോറിക്കാൻ വരും എന്ന് പറയും, ഇല്ലേ? ഒരു നാടൻ ശൈലിയിൽ. എന്നാൽ ഭക്ഷണം കഴിക്കണ്ടേ, കൈ കഴുകിക്കോളി, 2 കൈയും കഴുകണം, വായും മുഖം കഴുകണം. അപ്പോൾ ഇതൊരെന്തായി? ഒരു കാര്യത്തിൽപ്പെട്ടു. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് 2ാം ഭാഗം മുതൽ നമ്മുടെ വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്ക് നമുക്ക് കടക്കാം. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.